നിങ്ങൾക്ക് എന്താ ലവ് മാരേജിനോടാണോ താല്പര്യം ആണോ? എനിക്ക് മാരേജിനോട് താല്പര്യമില്ല. ഇല്ല, വേണ്ട, നോ മാരേജ്. 5 മിനിറ്റ് മുമ്പേ കല്യാണം താമസിക്കുന്നു പെട്ടെന്ന് കൈ സോപ്പിട്ട് വേറൊന്നും പറഞ്ഞവര് വിടില്ലല്ലോ. അനുവും അതേ ഒരു സ്റ്റാൻഡിലാണ്, നിഖിലും അതേ ഒരു സ്റ്റാൻഡിലാണ് അല്ലേ? അങ്ങനെയില്ല, എന്നെ ആർക്കും നിർബന്ധിച്ച് കല്യാണം കഴിപ്പിക്കാൻ പറ്റില്ല. അത്രേ അത്രേ ഉള്ളൂ. എനിക്ക് എപ്പോഴും തോന്നുകയാണെങ്കിൽ ഞാൻ കല്യാണം കഴിക്കും. അനു പക്ഷെ കല്യാണമേ വേണ്ടെന്നാണൊരു അങ്ങനെയല്ല, ഇതന്നെ നമുക്ക് എപ്പോഴാണോ തോന്നണേ അപ്പൊ ഞങ്ങൾ കല്യാണം കഴിക്കും. നിങ്ങൾ ചോദിച്ച് കഴിപ്പിക്കാം. വേറെ ആരെങ്കിലും പ്രഷറൈസ് ചെയ്ത് നമ്മളെ അങ്ങനെ നമുക്ക് ഓക്കെ ആണ്, ഇത് ഞങ്ങള് പൊളിക്കും എന്ന് തോന്നിയ എന്നൊക്കെ കിട്ടിയ പോലെ നെഗറ്റീവ്സ് ഒക്കെ പറയുന്ന ഒരു ചേട്ടൻ. പക്ഷെ പിന്നെ ലേറ്റ് ആവുമ്പോ ചോദിക്കണം എന്താ മെസ്സേജിന് റിപ്ലൈ തരാതെ എനിക്ക് പറ്റത്തില്ല. മലയാള സിനിമയിലെ നായികമാരോടും നായകന്മാരോടും ഒക്കെ പ്രേക്ഷകർ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് വിവാഹത്തെക്കുറിച്ച്. എപ്പോഴായിരിക്കും വിവാഹം? ഇപ്പോൾ യൂത്തിന്റെ യങ് ഐക്കൺ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ യൂത്ത് ഐക്കൺ എന്ന് പറഞ്ഞ് നമ്മളൊക്കെ നോക്കിക്കാണുന്നത് ഉണ്ണിമുകുന്ദനെയാണ്. ഉണ്ണിമുകുന്ദന്റെ നായികമാരെ എല്ലാം വെച്ച് അദ്ദേഹത്തെ കുറിച്ച് ട്രോളുകളും അല്ലെങ്കിൽ ഗോസിപ്പുകളും ഒക്കെ വരാറുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ഇരയായിട്ടുള്ളത് ഒരുപക്ഷെ മഹിമ നമ്പ്യാർ, അനുശ്രീ, നിഖില വിമൽ അങ്ങനെയുള്ളവരാണ്. ഇപ്പോൾ അനുശ്രീക്കൊപ്പവും ഉണ്ണിമുകുന്ദൻ അഭിനയിച്ചിട്ടുണ്ട്, നിഖിലയ്ക്കൊപ്പം അഭിനയിച്ചിട്ടുണ്ട്. ഇവരെ ആരെങ്കിലും ആയിരിക്കും ഉണ്ണി വിവാഹം ചെയ്യുന്നത് എന്ന് പലപ്പോഴും ആരാധകർ ചോദിക്കാറുണ്ട്. ഇപ്പോൾ മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ ഒരു ഇന്റർവ്യൂവിൽ ഇവർ രണ്ടുപേരും വിവാഹത്തെക്കുറിച്ച് പറയുന്നുണ്ട്. തങ്ങൾ വിവാഹം കഴിക്കാൻ താല്പര്യമില്ലാത്തവരാണ്, അല്ലാതെ നിർബന്ധിച്ച് ഞങ്ങൾ വിവാഹം കഴിക്കാൻ ആരെക്കൊണ്ടും പറ്റില്ല എന്നാണ് ഇവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ആരാധകർ ചോദിക്കുന്നത്, ഇവരിൽ ആരാണ് ഇവർ പ്ലാൻ ചെയ്ത് വെച്ച് പറയുന്നത് പോലെ ഉണ്ടല്ലോ, ഇവരിൽ ആരെങ്കിലും ഉണ്ണിമുകുന്ദനുമായി വിവാഹത്തിലാണോ അല്ലെങ്കിൽ വധുവാകാൻ ഒരുങ്ങുകയാണോ എന്നാണ്.